ശക്തീകരിക്കുമാറാകണമേ. വലിയ വിടുതൽ രാത്രികാലമായി, അനുഗ്രഹത്തിന് രാത്രികാലമായി, ഈ രാത്രികാലം മാറ്റപ്പെടും സൂക്ഷികളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ രാത്രികാലം അവിടുന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമേ. അപ്പാ വലിയ വിടുതൽ ഞങ്ങളുടെ മേ പകർന്നു നാട്ടപ്പാ. കാലവധനത്തോടടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അവിടുത്തെ വരവിൽ പ്രത്യാശയുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ഒരുക്കമുള്ളവരായി തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണം. അവിടുത്തെ നാമമഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ലോകശൈലിക്കു സഹായകനും കാലഗീതവുമവൻ. ലോകശൈലിക്കു സഹായകനും കാലഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസാഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ, ആത്മസാഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരെന്നു അവകാശം ജ്ഞാനം പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരെന്നു അവകാശം ജ്ഞാനം പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധി നിർത്തേണമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്നെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്റെ കൈവിടാത്തവൻ, യേശുവേ കൂടെ, എന്റെ കൈവിടാത്തവൻ, എന്റെ കൈവിടാത്തവൻ, യേശുവേ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച
പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ കരേകനല്ല. എരിതിയിൽ അവിടെ കരേകനല്ല. വീഴുന്നതു തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില്ല. വീഴുന്നതു തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളില്ല. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ആഴങ്ങൾ കടന്നിടുമ്പോ ഞാനവൻ കരങ്ങളില നടത്തുന്നതേശുവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി. ആമേൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. പരീക്ഷ എന്റെ അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു.
ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു, ആത്മാവിൽ നിറച്ചിടുക. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു, ആത്മാവിൽ നിറച്ചിടുക. ആരാധിക്കുക, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്നോനാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സാറാഫുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. സാറാഫുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനകൾ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനകൾ. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനകൾ, ബാധകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനകൾ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനകൾ, മൺകുടമുടയും തീകത്തിടും ആരാധനകൾ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനകൾ, ഈ മൺകുടമുടയും തീകത്തിടും ആരാധനകൾ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആമേൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു, ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുവാൻ. ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്ന്, ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുവാൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ.
അന്നോ നാഥൻ മുഖം കണ്ടു ബന്ധന വഴിയും കെട്ടുകളെയും ആരാധനയുങ്ങൾ കോട്ടകളേറും ബാധകളെയും ആരാധനയുങ്ങൾ ബന്ധന വഴിയും കെട്ടുകളെയും ആരാധനയുങ്ങൾ ബാധകളെയും കോട്ടകളേറും ആരാധനയുങ്ങൾ ആമേൻ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ രോഗം മാറും ക്ഷീണം മാറും ആരാധനയുങ്ങൾ ഈ മൺകുടമുടയും തീകത്തിയിടും ആരാധനയുങ്ങൾ മാറും ക്ഷീണം മാറും ആരാധനയുങ്ങൾ ഈ മൺകുടമുടയും തീകത്തിയിടും ആരാധനയുങ്ങൾ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ യേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ യേശുവിനെ ആരാധിക്കുന്നേ അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ ആമേൻ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുക ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുക ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുക ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്ന് ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുക ആത്മനാഥനെ ഞങ്ങൾ മധ്യത്തിൽ വന്നു ആത്മാവിൽ നിറച്ചിടുക ആരാധിക്കുക ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ 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 Yes. Amen. 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 ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നമുക്ക് ചേർന്ന് പാടാം നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു
വസ്ത്രാദികൾ മകളേ എല്ലാമില്ലാതെ മേൽ ചോരിഞ്ഞു നിന്നകൾ സർവത്തിൽ നിന്നെ കൽമണി പോലെ കാത്തല്ലോ നീ മഹാ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചല്ലേ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് 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 നാം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് 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 താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ ശോഭയേറുന്ന നാടുണ്ടതിൽ കാണമേ ദൂരവിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്
സ്നേഹം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് തീരത്ത് നാട്ടില് നാം എത്തിച്ചേരും എന്നുള്ള വലിയ വാഞ്ചയോട് വലിയ ദാഹത്തോടെ ഹല്ലേലൂയ ഉള്ളിൽ നിറക്കിക്കൊണ്ടിരുപ്പാന് കർത്താവിന് വരവിന് ബന്ധപ്പെടുത്തുവാന് കർത്താവിന് സന്നിധാനത്തില് അവിടുത്തെ വരവിന് വേണ്ടി കരയുവാന് പ്രത്യാശയാലുള്ള നിറയപ്പെടുവാന് ഹല്ലേലൂയ. ആമേ. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. രാത്രികാലമാലിൽ നമ്മൾ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം താണിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന് അനുഗ്രഹത്തിനായിട്ട് ജസ്ലിൻ സിസ്റ്ററും ബിബിൻ ബ്രദറും പ്രാർത്ഥിച്ചായിട്ട്. Praise the Lord. നീതിമാനമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നലെ രാത്രി സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന സ്വാദം ചെങ്ങത്താവേ, വീണ്ടും ഒരു വെള്ളിയാഴ്ച രാത്രി കാലം കത്താവേ, ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കത്താവേ. കഴിഞ്ഞ രാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായ ദൈവമേ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന സ്വാദം ചെയ്യുന്ന കത്താവേ. ഞങ്ങളുടെ കഴിവോ എടുക്കോ ഞങ്ങളുടെ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവം ഞങ്ങളെ കൊള്ളുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി കരുതലിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ആപത്തനർത്ഥങ്ങൾക്ക് വിടുവിച്ച ദൈവത്തിന് ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളെപ്പോലെ അനേക ആയിരങ്ങൾ മരണം വഴിയായ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട കർത്താവേ. ദൈവമേ, അനേക കഷ്ടത്തിനും ദുഃഖത്തിനും രോഗത്തിനായിരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അവരെക്കാട്ടിലൊട്ടും ശ്രേഷ്ഠരോ യോഗ്യതയുള്ളവരോ അല്ല അപ്പച്ച, എങ്കിലും നിന്റെ കരുണയൊന്നു മാത്രമാ ഞങ്ങളായിരിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് കണ്ണിനെ കടലിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്ന കർത്താവേ. ദൈവമേ, നിന്റെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, അക്കരെ നാടിനെ കണ്ടുകൊണ്ട് ഒരു ദിവസം ഓടുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശോഭയേറിയ ഒരു നാട് അക്കരെ നാട് ഉണ്ടെന്നുള്ളത് ദൈവമേ ഞങ്ങൾ കണ്ടുകൊണ്ട് ഒരു ദിവസം ആയിരിക്കാൻ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, വേഗം വീട്ടിൽ ചേരുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ ദിവസം ഞങ്ങൾ അതിന് യോഗ്യത ഉള്ളവരാക്കി അതേമേ ഞങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഇന്നത്തെ രാത്രികാലത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സങ്കീർത്തനം ദൈവപ്രബോധനം എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാക്ഷ്യത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരു സാക്ഷി ഉളവാക്കുന്നു പറഞ്ഞു പോലെ കർത്താവേ, നീ ഞങ്ങളെ ദൈവമേ ആക്കുമാറാകണമേ. ഞങ്ങളുടെ ദൈവമേ പ്രസംഗമെല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. വചനം പറയുന്ന പോലെ ദൈവത്തിൽ നിന്ന് കർത്താവേ ദൈവമേ പ്രാപിച്ചത് ഇന്ന് പൽക്കാലം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ മധ്യ ഞാൻ ഉണ്ടെന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹത്തോടെ ആയിരുന്നിട്ടും കടന്ന് സാധിക്കാത്തവരെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവനെ സഹായിക്കുമാറാകണമേ. ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തിന്റെ കൃപ അവരോട് കൂടി ഇരിക്കണം കർത്താവേ. ദൈവമേ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. രോഗത്തിലായിരിക്കുന്നവരെ ദൈവം ബലപ്പെടുത്തണം കർത്താവേ. ദൈവമേ, അവരെ വചനമയച്ച ദൈവം സൗഖ്യമാക്കണമേ. അനുഗ്രഹിക്കണമേ. കടന്നു വന്നുപോലെ അല്ല കർത്താവേ, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഒന്നുമില്ലായകയിൽ ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമേ, വീണ്ടും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു
സമർപ്പിക്കുന്ന കർത്താവേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ അവസ്ഥ അറിഞ്ഞ് ദൈവം മാനിക്കണം കർത്താവേ. ദൈവമേ, അവരോടെല്ലാം ദൈവം സംസാരിക്കണം, ഇടപെടണേ എന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ. വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. അവരെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാലവറിയാകം എത്ര ഞങ്ങൾ നല്ല പിതാവേ. ഹല്ലേലൂയ. നല്ലൊരു വെള്ളിയാഴ്ച ഹല്ലേലൂയ. കർത്താവേ, സന്ധ്യാസമയത്ത് അങ്ങയുടെ പാതോർത്തിരിക്കുവാനും പ്രാരാധിപ്പാനും കർത്താവ് ചെറുപ്പക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനേകമർ കർത്താവ് മഹാലവിൽ ലഭിക്കാതെ മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവേ, ഞങ്ങളെ പുനർവിളി കർത്താവ് പരിപാലിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ പാതോർത്തിരിക്കാൻ കർത്താവ് ഒരു കൊടുത്ത അവസരത്തിനായി സ്തോത്രം യാഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ഞങ്ങൾ കർത്താവിനെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ഏറ്റു പറയുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവേ ഇനി ഞങ്ങളെ കർത്താവെ പരിപാലിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങേ കർത്താവ് മറന്ന വയസ്സിനെ കൊണ്ടാക്കി കൈവിടാതെ അങ്ങ് ഞങ്ങളോടൊപ്പം കർത്താവ് നടന്ന കർത്താവേ. ഞങ്ങൾ പോയ പോക്കിൽ ഞങ്ങളൊന്ന് വരവില് ഹല്ലേലൂയ എപ്പോഴും കർത്താവ് നിങ്ങളുടെ അദൃശ്യക്കാർ ഞങ്ങളുടെ ഉണ്ടായിരുന്ന കർത്താവേ. ഞങ്ങൾ യാത്രകൾ ചെയ്തപ്പോൾ കർത്താവേ എവിടെ ആയിരുന്നാലും കർത്താവേ അങ്ങനെ കർത്താവെ കാത്തു പരിപാടിച്ചില്ല. ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ് വെച്ച ഞങ്ങൾ കർത്താവെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. വരാത്ത സാഹചര്യം കൊണ്ട് കർത്താവേ ഹല്ലേലൂയ രോഗികളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ വചനം കർത്താവെ അയച്ച് കർത്താവ് സൗഖ്യമാക്കണമേ കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഹല്ലേലൂയ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൂട്ടുകാരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ തന്നെ കർത്താവ് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. നല്ല കർത്താവെ സംഗീതം തരുമാറാകണമേ കർത്താവെ. ലഭിക്കുന്ന പ്രബോധനം കർത്താവെ ഞങ്ങൾ ജീവിത കർത്താവ് ഉതകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സഭയെ വേണ്ടി നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ. ഹല്ലേലൂയ. വലിയ കർത്താവ് നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സഹായിക്കണമേ കർത്താവെ. എല്ലാ വിഷയങ്ങളും കർത്താവിനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്വന്തം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. കോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു. കർത്താവിന്റെ പ്രാണനെ താങ്ങുന്നവരുടെ കൂടെയുണ്ട്. അവൻ എന്റെ ശത്രുക്കൾക്ക് നന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാനത്തോടെ ഞാൻ നിനക്ക് ഹന്നയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ വിടുവിച്ചിരിക്കുന്നു. എന്നെ കണ്ട് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരാം. 54-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. സ്തോത്രം. ആമേൻ. ദാവീദിന്റെ വലിയൊരു പ്രാർത്ഥനയാണ്. സ്തോത്രം. ശൗലിന്റെ അടുക്കിൽ നിന്ന് ഓടിപ്പോയി സിഫിയരുടെ നടുവിൽ ഒളിച്ചിരിക്കുമ്പോൾ ആമീൻ ദാവീദ് അവിടെ ഉണ്ടെന്നുള്ള അറിവ് ശൗലിന് ആ ദേശക്കാർ കൊടുക്കുവാനിടയായി. ആമീൻ. സ്തോത്രം. പാലസ്തീനിലാണ് ഈ സിഫിയ നഗരം ആമീൻ ആയിരിക്കുന്നത്. അവിടെയുള്ള പാലസ്തീനിലുള്ള ആൾക്കാർ ആമീൻ ദാവീദിനെ ഒറ്റിക്കൊടുക്കുവാൻ എന്നൊക്കെ വേണം ഇടയായി. ആ സമയത്ത് ആമീൻ ധ്യാനത്തോടുകൂടി എഴുതിയ സങ്കീർത്തനമാണ് 54-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷയായിട്ട് ആമീൻ ഒരിടം മാത്രമേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ വിധത്തിലുള്ള സഹായവും നഷ്ടമായി തീരുമ്പോൾ, നിന്നു പോകുമ്പോൾ, ഉറ്റവരും ഉടയവരും എല്ലാവരും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ അഭയം പ്രാപിപ്പാൻ ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരു ഇടം മാത്രമേ ഉള്ളൂ. അതാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം
ചെയ്തെന്നാൽ ദൈവം പിന്നെയും മോശയോട് അരുളിച്ചെന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും എല്ലാം ഞാൻ വെളിപ്പെട്ടിരിക്കുന്നത് സർവശക്തിയുള്ള ദൈവമായിട്ടാണ്. എന്നാൽ ഇന്ന് യഹോവ എന്ന നാമത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 42 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 8 വാക്യം ഒന്ന് വായിച്ചാട്ട്. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവന് ലഭിക്കേണ്ട സ്തുതികള്, അവന് ലഭിക്കേണ്ട മഹത്വം അവന് ലഭിച്ചേ മതിയാകുകയുള്ളൂ. സ്തോത്രം. അവന്റെ മഹത്വം മറ്റൊരുത്തനും സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ വിടുതൽ ലഭിക്കുമ്പോൾ അതിൻ്റെ മഹത്വം ആർക്കാണ് ലഭിക്കുന്നത്? ആമേൻ. സ്തോത്രം. സർവശക്തനായ ദൈവത്തിനാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവിനാണ്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുമ്പോൾ ആർക്കാണ് മഹത്വം ലഭിക്കുന്നത്? നമുക്ക് വേണ്ടി ജീവനെ തന്ന, നമുക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച, നമുക്ക് വേണ്ടി അടിപ്പിണരേറ്റ നമ്മുടെ കർത്താവിനാണ് അതിന് മഹത്വം ലഭിക്കുന്നത്. സ്തോത്രം. ആകയാൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ദാവീദിനെ പോലെ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:11-12 വാക്യങ്ങൾ വായിച്ചാട്ട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷവും ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ആമേൻ, മറ്റൊരു രക്ഷിതാവുമില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലരും പല നാമത്തിനും ആശ്രയിച്ചു. പലരും സ്തോത്രമാലിലും മറിയത്തിൽ ആശ്രയിച്ചു, പലരും പുണ്യാളന്മാരിൽ ആശ്രയിച്ചു. എന്നാൽ ഈ അന്ത്യകാലത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു എന്ന നാമമല്ലാതെ രക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ ആകാശത്തിന് കീഴെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന വേറൊരു നാമവുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി അവരെങ്ങോട്ട് ഓടിപ്പോകും? കഴിഞ്ഞ നാളുകളിലൊക്കെ മറിയയിലും കൃപാസനത്തിലും ആമേൻ അവിടെ ഇവിടെയൊക്കെ പോയി ആശ്രയിച്ചു. ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, യേശു അല്ലാതെ മറ്റൊരുത്തനും രക്ഷയിൽ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അതുകൊണ്ട് ദൈവവും അങ്ങനെ വായിച്ചോ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ആമേൻ പറയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആർക്കും പറയാതിരിക്കുവാൻ കഴിയുകയില്ല. എല്ലാവരും ഒരുപോലെ വിളിച്ചു പറയുന്ന സുദിനത്തിലേക്ക് ആമേൻ സ്തോത്രം നാം എത്തിച്ചേരുവാൻ പോവുകയാണ്. എല്ലാവരുടെയും നാവിൽ നിന്ന് യേശു തന്നെ രക്ഷകനെന്ന് കേൾക്കുവാനുള്ള സമയമായിരിക്കാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സങ്കീർത്തനം 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ മതി. ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. പലപ്പോഴും ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഒരു ഭക്തൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു എന്നിട്ട് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദമാണ് ഇന്ന് രാത്രികാലം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. 55-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു. ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുതേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ആമേൻ സ്തോത്രം. എന്റെ യാചനയ്ക്ക് മുമ്പിൽ നിന്റെ മുഖം മറച്ചു കളയരുതേ. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ദാവീദ് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എനിക്ക് നേരെ നിന്റെ മുഖം മറച്ചു കളയരുതേ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചാട്ട്. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാകുന്നു. കാറ്റടിച്ച് സ്തോത്രം ഹല്ലേലൂയ അലയുന്ന കടൽ തിര നമുക്കറിയാമല്ലോ. കാറ്റടിക്കുമ്പോൾ തിരമാലകൾ ഇങ്ങനെ സ്തോത്രം ഉയർന്നു വരും, പിന്നെയും കാറ്റടിക്കുമ്പോൾ അതില്ലാതെയായി തീരും. അതുപോലെയാണ് ആമീൻ സ്തോത്രം അവിശ്വാസമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. ആമീൻ. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. സ്തോത്രം. സംശയത്തോടെ പ്രാർത്ഥിച്ചാൽ ഇത് സംഭവിക്കുമോ? ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമോ? സാഹചര്യങ്ങളെല്ലാം എനിക്കെതിരായിരിക്കുകയാണ്. ആമേൻ. ചുറ്റുപാടുകളെല്ലാം എനിക്കെതിരായിട്ടാണ്. സ്തോത്ര. നിയമങ്ങളെല്ലാം എതിരായിട്ട് നിൽക്കുകയാണ്. ആമേൻ. സംശയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ സംശയിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോക വ്യവസ്ഥകളെക്കാട്ടിലും ഉയർന്നിരിക്കുന്ന ആ കരം. ഹല്ലേലൂയ. ആ നാമം നിനക്കുണ്ട്. ഇന്ന് രാത്രികാലം ഒന്ന് പ്രാർത്ഥിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ കർത്താവേ എൻ്റെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിക്കണമേ. ആമേൻ. എൻ്റെ മുഖം മറച്ചു കളയ, നിന്റെ മുഖം എനിക്ക് നേരെ മറച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കാം. അവൻ മറുപടി തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. 3-ാം വാക്യം വായിച്ചാട്ട്. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വച്ചിട്ടുമില്ല. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുമില്ല. സ്തോത്രം. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത ഘോരന്മാരാണ് കർത്താവെ എനിക്ക് ചുറ്റുമുള്ളത്. സ്തോത്രം. അവർ നിന്നെ കണക്കാക്കുന്നില്ല, അവർ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർ നീ ആരാണെന്നുള്ള ബോധം പോലും ഇല്ലാത്തവരാ. അതുകൊണ്ട് എൻ്റെ രക്ഷകനായി നീ എഴുന്നേൽക്കുമാറാകണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം അതിന് 4-5 വാക്യങ്ങൾ വായിച്ചാട്ട്. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും
ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഈ വാക്യങ്ങൾ വായിച്ച് അതിനെ ഉള്ളിലേക്ക് ആവാഹിച്ച് എടുക്കണം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റുപോലെ അടിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ എളിയവനെ തൊടുവാൻ ഈ കൊടുങ്കാറ്റിന് ഒരിക്കലും സാധിക്കുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ എളിയവന്റെ മേല് ഈ കാറ്റാഞ്ഞടിക്കാതെ, ഈ കാറ്റ് വീശാതെ, ആമേൻ, ഒരു ദുർഗമായി നിന്ന് എന്നെ വിടുവിക്കുന്ന, എന്നെ രക്ഷിക്കുന്ന എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. എളിയവനൊരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഏതവസ്ഥയിലും നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, ഏതവസ്ഥയിലും നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവൻ, ഏതവസ്ഥയിലും നിന്റെ വിടുതലിന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു നാമമുണ്ട്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടക്ക് മറക്കുന്ന യേശുവിൻ്റെ നാമം. സ്തോത്രം. 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവിന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ദാവീദ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. ഹല്ലേലൂയ. 118 സങ്കീർത്തനം 6-7 വാക്യം വായിക്കുമ്പോൾ, ആമേൻ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പൈതലേ, നിനക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്ന ഘോരന്മാരുടെ നടുവിൽ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ നടുവിൽ, ദൈവമില്ലാത്തവൻ്റെ നടുവിൽ നിന്നെ മാനിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം, ആമേൻ, ഇന്ന് രാത്രികാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്നെ സഹായിക്കുന്ന ദൈവം, ആമേൻ, അവൻ സഹായത്തിൻ്റെ കരം നീട്ടി, ആമേൻ, ഹല്ലേലൂയ, കൊടുങ്കാറ്റിന് നിന്നെ വലിച്ചെടുക്കുന്ന ദൈവം, ആമേൻ, സമുദ്രത്തെ തിരമാലകളുടെ നടുവിൽ നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവം, ഹല്ലേലൂയ. തീ നിന്റെ മേലെ ശാതവണ്ണം, ആമേൻ, തീയിൽ നിന്നെ വലിച്ചെടുക്കുന്ന ദൈവം, ഇന്ന് രാത്രികാലം ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നിന്റെ ദുർഗമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിൻ്റെ സങ്കീർത്തനം 3:1-4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. പലരുടെയും പറച്ചില്ലതാ, ഇവന് ഒരു രക്ഷയില്ല. സ്തോത്രം. ഇവനെ വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. ഇവൻ്റെ പരിപാടികളെല്ലാം ഇവിടെ കൊണ്ട് തീരും എന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ നടുവിൽ 68-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരൊക്കെയും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. സ്തോത്ര. ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ പകയ്ക്കുന്നവര് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ പുറത്താക്കുവാൻ, നിന്റെ വിടുതലുകളെ തടയുവാൻ ഉന്നം വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികളുടെ നടുവിൽ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്വർലോകരുടെയോ ഭൂലോകരുടെയോ അധോലോകരുടെയോ മുഴങ്കാലുകളൊക്കെ മടക്കുമാറാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഇന്ന് രാത്രികാലം നമുക്ക് മുറുകെ പിടിക്കാം. അതിന്റെ 6-ാം വാക്യം വായിച്ചാട്ട്. സ്വമേധാനത്തോടെ ഞാൻ നിനക്ക് ആമേ, സ്വമേധാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവേ, ശ്രദ്ധിക്കണമേ, എന്റെ നേരെ നിന്റെ മുഖം മറച്ചു കളയരുതേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചപ്പോൾ ഭക്തനും
വിളിച്ചു പറയുകയാണ്, സ്വമേധാദാനത്തോട് ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലല്ലോ. ഇന്ന് രാത്രികാലം തകർന്ന ഹൃദയമായി ആമീൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നിന്റെ യാഗത്തെ പ്രസാദിച്ച് നിന്റെ മേൽ അനുഗ്രഹം പകരുന്ന ഒരു ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം സഹായമായി എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. സമേതദാനങ്ങളെ അർപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അല്പസമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് സ്തോത്രം ആലിവാക്യം പറഞ്ഞതിന് ശേഷം ആമേ സഹോദരി സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനും പ്രബോധനത്തിനും ഉള്ള സമയമുണ്ട്. ആമീൻ. ഏതെങ്കിലും ആ വ്യക്തികൾ കർത്താവ് പ്രവചനവാക്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതും പ്രസ്താവിപ്പാനുള്ള സമയമുണ്ട്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. What a wonderful, wonderful day, day I will never forget. After I wandered in darkness away, Jesus my Savior I met. Oh, what a tender, compassionate friend. He met the need of my heart. Shadows dispelling with joy I am telling. He made all the darkness to depart. Heaven came down and glory filled my soul. When at the cross my Savior made me whole, my sins were washed away, and my life was turned today. Heaven came down and glory filled my soul. Praise Lord. Ephesians 6 verse 10 and 11. Finally be strong in the Lord and the strength of his might. Put on the whole armor of God that you may be able to stand against the schemes of devil. Amen. Praise Lord. If any of you lack wisdom, let him ask God, who gives liberty and without reproach will be given to him. Praise Lord. Jesus answered, Truly, truly, I say to you, unless one is born of water and the Spirit, he cannot enter the kingdom of God. John 3 verse 5. Please pray for me and my family. Praise Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Psalm 91 verse 16. With long love I satisfy him and show him my salvation. Please pray for me and my past. Praise Lord. Oh, give thanks to the Lord, for he is good and his mercy endureth forever. Psalms 136 verses 1. Please pray for me and my family. Lord is my shepherd. First Chronicles 16 verse 15. Remember his covenant, the word that he commanded for 1,000 generations. God is our refuge, our strength, a very pleasant help in 2. Psalms 118 verse 24. This is the day that the Lord has made. Let us rejoice and be glad in it. Please pray for me and my family. Be kind to another, tender to for you and as you have seen for us too. Please pray for me and my family. Praise the Lord. Do not be fear. I am with you. Do not despise. I am your Lord.
Praise the Lord. The memory of the righteous is a blessing, but the name of the wicked will be wrought. Psalms 10 verse 11. Please pray for me and my family. Praise the Lord. The Lord is my strength and my shield. Please pray for me and my family. Rejoice in the Lord always. I will say rejoice. Please pray for me and my family. Praise the Lord. Praise the Lord. Praise the servants of the Lord. Praise the name of the Lord. Blessed be the name of the Lord from this time and forevermore. From this rising of the sun to its going down, the Lord's name is to be praised. Psalms 113, verse 1 to 4. The Lord is my portion of my inheritance and of my cup. Psalms 16 verse 5. Praise the Lord. Galatians 5 verses 17. For the desires of the flesh are against spirit, and desires of the spirit are against the flesh. They are opposed to each other to keep you from doing the things you want to do. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ ദുഷ്ടലോകത്ത് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, സ്വർഗീയ ജ്ഞാനം ബുദ്ധിയും ആരോഗ്യമുള്ളവരായി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെല്ലാവരെയും ദൂരത്തും ചാരിത്തുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. Amen. Hallelujah. Amen. Hallelujah. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ കേൾക്കുന്നു നാദനിൻ ഭാസ്വരം, മുന്നോട്ടു പോയിടാം. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ മാർവതിൽ കേൾക്കുന്നു നാദനിൻ ഭാസ്വരം, മുന്നോട്ടു പോയിടാം. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ ഈ രാത്രികാലം കർത്താവ് ഇടയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സംഘത്തിനെ കാണുന്ന പോലെ ആമേൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് അടുച്ചെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയ്ക്ക് വിടുതൽ പ്രാപിച്ച് കർത്താവിന് ഹോമയാഗം അർപ്പിക്കുന്നവരായി തീരുവാൻ, ഹന്യയാഗം അർപ്പിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം.
സാക്ഷിവാചകങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാം വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് എത്രയും വേഗം അനുഗ്രഹിക്കപ്പെട്ട വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് മാനിക്കേണ്ടതിനായി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ജോലി ചെയ്തിട്ടും ലഭിക്കേണ്ട നന്മകൾ തടഞ്ഞു വച്ചിരിക്കുന്ന ആ അവസ്ഥകൾ നോക്കുകയും കർത്താവ് ജീവിതങ്ങൾക്ക് വിടുതൽ കൊടുത്ത് എല്ലാവരെയും മാനിക്കേണ്ടതിനായിട്ട്. ആമേൻ, സ്തോത്രം. എല്ലാവരും കർത്താവിൽ പ്രത്യാശയുള്ളവരായി ആമേൻ തീരുമാനത്തെ കൊണ്ടും കർത്താവ് എല്ലാവരെയും സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അർപ്പിക്കപ്പെട്ട ആ സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആമൃതി കുലുക്കി വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും മാനിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. വിസർജനയിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട്. അവരുടെയും വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി, ദേശത്തെ നന്മ അനുഭവിച്ച് വീണ്ടും കർത്താവിനെ ഉയർത്തുവാനൊക്കെ വേണം സ്വർഗത്തിൽ ദൈവം കൃപ കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാൻ തുടർന്നുള്ള വചന ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജെയ്സൺ ജോയ് പ്രാർത്ഥിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. കടക്കുവീൻ, വാതിൽ കൂടി കടക്കുവീൻ, ജനത്തിന് വഴി ഒരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് പിറക്കിക്കളയുവീൻ, ജാതികൾക്കായി ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറയുവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവർ എന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. മതി, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നൽകിയ തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഇതിനെ അനുഗ്രഹിച്ച് നൽകണമേ. പ്രത്യാശയോടെ ഈ രാത്രികാലം മടങ്ങിപ്പോകുവാൻ അവിടെ ഞങ്ങളെല്ലാം ശക്തരാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പാരിലാരും പാടിയിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും, പാരിലാരും ചൂടിടാത്ത പടമൂടി ചൂടും, പാരിലാരും ചൂടിടാത്ത പടമൂടി ചൂടും. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോടു സിയോൻ ദൂരെ വാഴൂ. ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചതാം സ്നേഹമണവാളനോടു സിയോൻ ദൂരെ വാഴൂ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യ. പ്രത്യാശയോടിതാം ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടൂ, നീയൊരുങ്ങിയിട്ടുണ്ടോ? രാജനേശു വന്നിടൂ, നീയൊരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ? പ്രിയ സോദര, നിനക്ക് വേണ്ടി കഷ്ടതയിൽ പങ്കു നീ വഹിക്കുന്നുണ്ടോ? പ്രിയ സോദര, നിനക്ക് വേണ്ടി സഹിച്ച കഷ്ടതയിൽ പങ്കു നീ വഹിക്കുന്നുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരും നീ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരും നീ, വന്നുദിക്കും പൊന്നുഷസി
ഓർക്കും തോറും ആമേൻ. ഹല്ലേലൂയ. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ. ജനത്തിന് വഴിയൊരുക്കുവീൻ. ജനത്തിന് വഴിയൊരുക്കുവീൻ. വഴിയൊരുക്കുവീൻ. നികത്തുവീൻ. നികത്തുവീൻ. പെരുവഴി നികത്തുവീൻ. പെരുവഴി നികത്തുവീൻ. കല്ല് പറക്കിക്കളയുവീൻ. കല്ല് പറക്കിക്കളവീൻ. ജാതികൾക്കായി ഒരു കൊടി ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി അവന്റെ പക്കലും. കൂലി അവന്റെ പക്കലും. പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറയുവീൻ. സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ. പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനം, സ്തോത്രം, ഹല്ലേലൂയ, 70 വർഷത്തെ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വരാറായ സമയമായപ്പോഴേക്കും ആമീൻ, പ്രവാചകനിൽ കൂടെ ജനത്തിന് കൊടുത്ത ദൂതാണ് ഇന്ന് രാത്രികാലം നാം വായിച്ചു കേട്ടത്. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ. ഹല്ലേലൂയ. 70 വർഷത്തെ പ്രവാസകാലം അതൊരു ദീർഘ കാലഘട്ടമായിരുന്നു. അതിനു മുമ്പ് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോയിരുന്നു. മിസ്രൈമിൽ ഏകദേശം 400-430 സംവത്സരത്തോളം അവർ പ്രവാസത്തിലായിരുന്നു. അതിനുശേഷം ഏകദേശം 130-135 വർഷത്തോളം സിറിയയിൽ, അശൂരിൽ അവർ പ്രവാസത്തിലായിരുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. എന്നാൽ നെബൂഖദ്നേസർ വന്ന്, ഹല്ലേലൂയ, ഇസ്രായേലിനെ, യഹൂദിയെ അടിമകളാക്കി തീർത്തതിന് ശേഷം ഒരു 70 ആഴ്ചവട്ടം, ഹല്ലേലൂയ, അവരുടെ വിടുതലിനായി പ്രവാചകനിൽ കൂടെ ആമീൻ, സ്തോത്രം, ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ അവർക്ക് ഒരു വിടുതലുണ്ട്, അവരുടെ പ്രവാസം തീരും എന്ന് ഉള്ള ദൂതുകൾ. ആ പ്രവചന വാക്യങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രിയപുരുഷനായ ദാനിയേൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, 70 വർഷത്തെ പ്രവാസകാലത്തിനിടയ്ക്ക് അവർ ആയിരുന്ന പ്രവാസത്തിൽ വിവാഹം കഴിപ്പാനും അവിടെ അവർക്ക് തലമുറകൾ ഉണ്ടാകുവാനും അവർ അവിടെ വസ്തുവകളൊക്കെയും വാങ്ങിച്ച് സെറ്റിലാകുവാനും ഒക്കെ ഇടയായി. സ്തോത്രം. പലർക്കും അവിടെ നിന്ന് ആമേൻ, സ്തോത്രം, ആ ബാബേലിൻ്റെ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവരായി ഇരിക്കുമ്പോൾ ദൈവം തന്റെ പ്രവാചകനിൽ കൂടെ ദേശാധിപതിമാർക്കും ദേശത്തെ പ്രഭുക്കന്മാർക്കും ഹല്ലേലൂയ ദൂത് കൊടുക്കുകയാണ്. സ്തോത്രം. ജനം വരുവാൻ ആഗ്രഹിക്കുന്നവർ, വരേണ്ടവർ അതിലേക്കൂടെയും ഇതിലേക്കൂടെയും വരുവാനല്ല, അവർ നേരെ വാതിൽ കൂടെ വരണം. സ്തോത്രം. ഒളിച്ചും പാത്തും ഒന്നും സ്വദേശത്തേക്ക് അവർ പ്രവേശിപ്പാൻ ഇടയാകരുത്. അതുകൊണ്ട് അവരെ വാതിൽ കൂടെ തന്നെ ആനയിച്ച് അവരുടെ ദേശത്തേക്ക് കൊണ്ടുവരണം. സ്തോത്രം. അവിടെ പറയുകയാണ്, വാതിൽ കൂടെ കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ. ഹല്ലേലൂയ. നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് പെറുക്കിക്കളവീൻ. സ്തോത്രം. ദൈവജനത്തിന് കടന്നു വരുന്നതിന് തടസ്സമായിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി അതിനെയെല്ലാം, സ്തോത്രം, ഹല്ലേലൂയ, നീക്കം ചെയ്ത് അവർ ദൈവസന്നിധാനത്തിലേക്ക്, അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുപ്പാൻ ദൈവം തൻ്റെ പ്രവാചകന്മാരോടും ദേശത്തിലെ ദേശാധിപതികളോടും പ്രഭുക്കന്മാരോടുമൊക്കെയും കൽപ്പന കൊടുക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാതിലുകളിൽ കൂടെ കടപ്പീൻ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ
വാതിൽ കൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വാതിലിൽ കൂടെ കടന്ന് തന്നെ പിന്തുടരുന്ന ആടുകൾക്ക് മാതൃകയായിരിക്കാൻ നമ്മുടെ കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, തന്നെത്താൻ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ അന്ത്യകാലഘട്ടത്തിൽ ആമേൻ, സ്തോത്രം, കർത്താവ് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കേണ്ടതിനായിട്ട് ആമേൻ വാതിൽ കൂടെ തന്നെ ജനത്തെ കൊണ്ടുവരുന്നവരായി ആമേൻ ദൈവത്തിൻ്റെ മക്കൾ മാറണം. പ്രൈസ് ദി ലോർഡ്. ആട്ടിൻ തൊഴുത്തിൽ വാതിൽ കൂടെ അല്ലാതെ കടക്കുന്നവനെ കുറിച്ച് പറയുന്നത് അവൻ കള്ളനാകുന്നു. സ്തോത്രം. നമുക്കറിയാം, ദൈവിക വചനം വിട്ടിട്ട് ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത രീതിയിൽ കൂടെ അനേകരെ വഴിതെറ്റിച്ച് കളയുന്ന ഇടയന്മാർ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം. എന്നാൽ ദൈവം തന്റെ ജനത്തെ ആമേൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്വേഷിക്കപ്പെട്ടവളെന്ന് പേർ വിളിച്ച് ആമേൻ അവളെ വേർതിരിച്ചത് ഉപേക്ഷിക്കപ്പെടാത്തവളെന്ന് അവൾക്ക് പേർ കൊടുത്തത്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നമുക്ക് കാണിച്ചു തന്ന മാതൃകയെ പിന്തുടരുവാനാണ്. സ്തോത്രം, ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനവിരുദ്ധമായ രീതിയിൽ ആരെയും നമുക്ക് വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുകയില്ല. വചനവിരുദ്ധമായി നിന്നവരെല്ലാം അവർ നിന്നിരുന്നത് ആമേൻ, സ്തോത്രം, തെറ്റാണെന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകിയ ദൈവത്തിൻ്റെ മക്കളെ, ആടുകളുടെ ഇടയൻ വാതിൽ കൂടെ കടന്നു വന്നതുപോലെ ആടുകൾക്ക് മാതൃകയായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. സ്തോത്രം. യേശുവിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ കഴിയുകയില്ല. മറ്റാരിൽ കൂടെ കടന്നു വരുവാനുള്ള ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളെല്ലാം വിഫലമായി പോകുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം. പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ആമേൻ, സ്തോത്രം, ചെയ്ത് ആമേൻ ജനത്തെ തെറ്റിച്ച് കളഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവരൊക്കെയും പരാജയപ്പെടുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടുകൂടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ആമേൻ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ആമേൻ വാഗ്ദത്ത നാട്ടിൽ ഒരു കൂട്ടം ജനത്തെ കൊണ്ടെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വാഗ്ദത്ത നാട്ടിലേക്ക് അനേകരെ കൊണ്ടെത്തിക്കുവാനാണ്. അതിനവൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാൻ ബാധ്യസ്ഥരാണ്. സ്തോത്രം. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവനകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു എന്ന് പറയുമ്പോൾ യേശു ദൈവത്തിൻ്റെ വചനമാകുന്നു. വചനപ്രകാരം അകത്ത് കടന്നു വരുന്നവൻ അവന് പുറത്തു പോകുവാൻ കഴിയും, മേച്ചൽ കണ്ടെത്തുവാനും കഴിയും. സ്തോത്രം. വചനപ്രകാരം അല്ലാത്തതിനെയൊക്കെയും അല്ലാത്ത വാതിലുകളൊക്കെയും വിട്ടൊഴിഞ്ഞ്, സ്തോത്രം, വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം
അകത്ത് കിടക്കുകയും ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. സ്തോത്രം. ആമേൻ. നമ്മുടെ മുമ്പിൽ നമുക്കറിയാം, ഹല്ലേലൂയ, അനേകം മേഗാ ചർച്ചുകളുണ്ട്. അവിടെ അത്ഭുതങ്ങളുണ്ട്, അവിടെ അടയാളങ്ങളുണ്ട്, അവിടെ വീര്യപ്രവൃത്തികൾ നടക്കുന്നുണ്ട്. സ്തോത്രം. ആ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, അതിന് മേലത്തെ വാക്യം മുതൽ വായിര്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കും. ആമേൻ. ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. സ്തോത്രം. ഇഷ്ടം ചെയ്യുന്നു പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ. ഹല്ലേലൂയ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ആമീൻ സ്തോത്രം പ്രിയ സഹോദരൻ പറയുകയായിരുന്നു, എന്താണ് ആമീൻ സ്തോത്രം സിന്ന്? ഹല്ലേലൂയ. എന്താ സിന്ന്? പറഞ്ഞാരാ? സിന്നെന്തുവാ? ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് സിന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. ചെയ്യണമെന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതും പാപം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എക്സ്പ്ലനേഷൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര വളരെ ക്ലിയർ ആണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇന്നത് ചെയ്യണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം നല്ല വലുപ്പമുള്ള അക്ഷരത്തിലാണ് ആമേൻ സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും കുറുക്ക് വഴി കണ്ടെത്തുക. സ്തോത്രം. ആമേൻ സ്തോത്രം. കുറുക്ക് വഴിയിൽ കൂടെ പോയാൽ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയുകയില്ല. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ വാതിലാകുന്നു. സ്തോത്രം. എന്നിൽ കൂടെ അകത്ത് വരാത്തവൻ ആരും ആമേൻ നിത്യതയിൽ പ്രവേശിക്കുകയില്ല. സ്തോത്രം. വാതിലായി മാതൃക കാണിച്ച ദൈവം. ആമേൻ സ്തോത്രം. സൃഷ്ടിതാവാൻ ദൈവം സൃഷ്ടിയുടെ കരങ്ങളിൽ നിന്ന് സ്നാനമേറ്റിട്ട് പറയുകയാണ്, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ മാതൃക കാണിച്ചു തന്ന ദൈവം, യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ട യേശു, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. തന്നെ പിന്തുടരുവാൻ ഉള്ളവരുടെ സ്തോത്രം. ഹല്ലേലൂയ. മാതൃകയായിട്ട് യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെടുകയായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും പല കുറുക്കു വഴികൾ കണ്ടുപിടിച്ച് പലരും നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ജനമേ, ആമേൻ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ച് തന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ആമീൻ. അവിടാണ് മർമ്മമിരിക്കുന്നത്. ദൈവം പ്രമാണിപ്പാൻ തക്കവണ്ണം കൽപ്പിച്ച് തന്നതൊക്കെയും ഉപദേശിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാ. സ്തോത്രം. നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ആമേൻ സ്തോത്രം നഗരത്തിൽ പാർപ്പീൻ. സ്തോത്രം. യേശു പറഞ്ഞ പ്രകാരം ഏകദേശം 120 ആമേൻ പുരുഷന്മാർ ആമേൻ വരുന്ന ഒരു കൂട്ടം, ഹല്ലേലൂയ, സ്ത്രീകളോടും കുട്ടികളോടും ഒപ്പം മാളികമുറിയിൽ ആമേൻ കാത്തിരുന്നു. സ്തോത്രം. ആമേൻ. കർത്താവ് അവരുടെ മേൽ പകരുവാൻ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ആഗ്രഹിച്ച വാഗ്ദത്തം അവർക്ക് ലഭിക്കേണ്ടതിനായി
അവർ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ആമേൻ സ്തോത്രം, ലേലം വിളിക്കുന്നവരുടെ ശബ്ദം, ആമേൻ കന്നുകാലികളുടെ ആമേൻ സ്തോത്രം, അലർച്ചകൾ, കന്നുകാലികളുടെ ശബ്ദങ്ങൾ, ആമേൻ പ്രാവുകച്ചവടക്കാരുടെ കോലാഹലങ്ങൾ, സ്തോത്രം, പ്രൈസ് ലോർഡ്. അങ്ങനെ യെരൂശലേം ദേവാലയം ഹല്ലേലൂയ കള്ളന്മാരുടെ ഗുഹയായി മാറിയ സ്ഥാനത്ത് ഒരു കൂട്ടം ജനം വളരെ ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിൻ്റെ വാഗ്ദത്തത്തെ പ്രാപിക്കണമെന്നുള്ള ആ വലിയ വാഞ്ചയോടും ദാഹത്തോടും കൂടെ മാളിക മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം, പ്രൈസ് ലോർഡ്. പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയകാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. സ്തോത്രം. ഇത് ദൈവം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഇന്നുവരെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഈ ശക്തി ലഭിച്ചിട്ടില്ല എങ്കിൽ, ഈ ഉയരത്തര ശക്തി പ്രാപിക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ സമയം വേർതിരിച്ചിരുന്ന് കർത്താവിനോട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, വിലമുടക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മ ശക്തി പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും. യേശുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ആർക്കും ഉയർക്കപ്പെടുവാൻ കഴിയുകയില്ല, ഉയർപ്പ് പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഇത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. നൊടിയിടയിൽ രൂപാന്തരപ്പെടുവാൻ ഈ ആത്മാവിൻ്റെ ശക്തി നമുക്ക് കൂടിയേ തീരൂ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളിൽ ആരെങ്കിലും ഇത് പ്രാപിക്കാത്തവരായി ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെന്ന് ഇതിനു വേണ്ടി വിലമുടക്കി പ്രാർത്ഥിച്ച് ഇതിനെ പ്രാപിച്ചെടുപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളും ദൈവമക്കൾ ആമേൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദൈവത്തോടായിരിക്കട്ടെ. മനുഷ്യരോട് സംസാരിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനം ഒന്നുമില്ല. എന്നാൽ ദൈവത്തോട് സംസാരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം സമയം ചിലവിടുന്നുവെങ്കിൽ, ഈ ലോകത്തിലേതല്ല ആമേൻ സ്വർലോകത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ നമ്മുടെ സ്തോത്രം കണ്ണുകളിൽ ദർശിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകും. സ്തോത്രം, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ വായിച്ചാൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകും. സ്തോത്രം. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ജാർഖണ്ഡിലുമൊക്കെ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്ത്രീകൾ ഇറങ്ങിയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വർഗീയവാദികളോട് വാദിക്കുന്നത്. സ്തോത്രം. അവർ പറയുകയാണ്, എൻ്റെ ഭർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, മദ്യപിച്ച് തോട്ടിലും കുണ്ടിലും കുഴിയിലും ഒക്കെ വീണ് കിടന്ന് രാത്രി വന്ന് എന്നെ മർദ്ദിച്ച്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് മർദ്ദിച്ചപ്പോൾ നിങ്ങളുടെ വർഗീയവാദം എവിടായിരുന്നു? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭവനത്തിൽ ഒരു സമാധാനം തരുവാൻ
തരുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് രൂപാന്തരമുണ്ടായി. അവർ മനസ്സാന്തരപ്പെട്ടു. മദ്യപാനം നിർത്തി. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് സമാധാനമുണ്ട് എന്ന് സകല ലോകരും കേൾക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? കാര്യം ഹല്ലേലൂയ, അവരുടെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം. ദൈവമക്കളെ, വാതിലുകൾ കൂടെ കടക്കുവാൻ കടപ്പീൻ, വാതിലുകൾ കൂടെ കടപ്പീൻ. ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് പെറുക്കി കളവീൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. ആമേൻ. സ്തോത്രം. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി നിന്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ. കൂലി അവൻ്റെ പക്കലുണ്ട്, പ്രതിഫലം അവൻ്റെ കയ്യിലുണ്ട്. അത് പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ വചനത്തിൽ പറഞ്ഞ പ്രകാരം അനേകരെ കർത്താവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നവരായി ദൈവമക്കളെ നമുക്ക് മാറാം. ഈ 2025 ആമേ തീരുവാൻ പോകുകയാണ്. ആമേൻ. ഈ 2026 നമുക്ക് കർത്താവ് ഒരുപക്ഷെ നൽകുമെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം നാം കൂട്ടണം. ഒരു ചലഞ്ചായിട്ട് ഇത് ദൈവമക്കളെ ഏറ്റെടുക്കണം. പരിശുദ്ധാത്മ നിറവോടുകൂടെ ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും അനേകരെ കർത്താവിലേക്ക് ആനയിക്കുവാനും അവർ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന് തടസ്സമായിരിക്കുന്ന തടസ്സങ്ങൾ മനസ്സിലാക്കി അതിനെ പ്രാർത്ഥിച്ച് ശാസിച്ച് അവരെ ദൈവസന്നിധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി കാലം കേട്ട ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സൈജ് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ കർത്താവ് കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാകിയാൽ ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും ജീവിതത്തിൽ ഒരിക്കൽ കൂടി തന്ന നല്ല അവസരങ്ങൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഒന്നിന് യോഗ്യതയുള്ളവരല്ലെങ്കിൽ കർത്താവ് അടിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്തതിനാൽ സ്നേഹത്തിന്റെ നിയമത്താൽ അടിങ്ങളെ അവനങ്ങിൽ നിർത്തിയിരിക്കുന്ന അടിങ്ങളെ ഓട്ടം സ്ഥിരതയോടെ ഓടി നിത്യനാടിനെ പ്രാപിക്കുവാന് ആമേൻ. അനുനിമിഷം വിശുദ്ധ സ്തുതിക്കുന്ന കർത്താവെ. നല്ല സങ്കീർത്തനങ്ങളെ തന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിച്ചതിനാൽ തുടർന്ന് ബലപ്പെടുത്തുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. കടന്നു ഞങ്ങളുടെ മക്കളെ എല്ലാവരും വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാതെ വിവിധ സാഹചര്യം ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. ഞങ്ങളുടെ വേലയെ മാനിച്ച് കർത്താവ് തിരുസന്നിധിയിൽ സമർപ്പിച്ച സ്തോത്ര വഴിപാടുകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. സാക്ഷ്യവാചനങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്കപേക്ഷിച്ച് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സമസ്ത വിഷയങ്ങൾ തിരുക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. വരും ദിവസങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയും കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. സൺഡേ സ്കൂളോടനുബന്ധിച്ച കർത്താവ് മീറ്റിങ്ങിനെയും ഒക്കെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലവും അങ്ങയുടെ നാമമഹത്വത്തിനായി തിരുവാൻ സ്വർഗം കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. ആമേൻ. സോറടികൾ വീണ്ടും കർത്താവ് മടങ്ങി പോകുന്നു. പ്രിയാത്തങ്ങളുടെ സാന്നിധ്യത്താൽ വീണ്ടും മറയ്ക്കുമറങ്ങണമേ. എല്ലാവരുടെയും വാഹനയാത്രകളുടെ കൃപ കൂടിക്കണമേ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ സ്വർഗം ഇടയാക്കുന്നതിനാൽ സ്തോത്രം. താഴ്ത്തി സമർപ്പിക്കുന്ന എല്ലാ മാനവും മഹത്വവും യേശുവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസാലിയുടയ മഹോന്നത പരനേ വാഹനം നിനക്കാമേ. മനസാലിയുടയ മഹോന്നത പരനേ വാഹനം നിനക്കാമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം
ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടമോചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്ക് സമാധാനത്തോടെ Oh, creation